ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളിൽ 11ാമത്തെ നക്ഷത്രമാണ് പൂരം. ശുക്രൻ അധിപനായ പൂർവ്വ ഫാൽഗുനി നക്ഷത്രമാണിത്. ചിങ്ങം രാശിയിലാണ് പൂരം നക്ഷത്രം വരുന്നത്. ഇത് ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീകമാണ്. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർ സാധാരണയായി വളരെ ആകർഷകമായ വ്യക്തിത്വത്തിനുടമകളായിരിക്കും. ഇവർക്ക് നല്ല സൗന്ദര്യവും ആകർഷകമായ സംസാരശേഷിയും ഉണ്ടാകും. കലാപരമായ കഴിവുകൾ, സംഗീതത്തോടുള്ള താല്പര്യം, ആഡംബരത്തോടുള്ള പ്രിയം എന്നിവ ഇവരുടെ പ്രത്യേകതകളാണ്. പൂരം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സംഖ്യാശാസ്ത്രവും ജ്യോതിഷവും ഒരുപോലെ പരിഗണിക്കേണ്ടതുണ്ട്. ഓരോ നക്ഷത്രത്തിനും അതിൻ്റെതായ ഗ്രഹ സ്വാധീനമുണ്ട്. പൂരത്തിന്റെ അധിപൻ ശുക്രനാണ്. ന്യൂമറോളജിയിൽ ശുക്രൻ 6ാം നമ്പറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ പൂരം നക്ഷത്രക്കാരുടെ പ്രധാന ഭാഗ്യസംഖ്യ 6 കണക്കാക്കപ്പെടുന്നു. കൂടാതെ 1, 9 തുടങ്ങിയ സംഖ്യകളും ഇവരുടെ ഭാഗ്യ നമ്പറുകളായി കണക്കാക്കപ്പെടുന്നു. ജനന തീയതിയും ജനന സമയവും അടിസ്ഥാനമാക്കി ഓരോ വ്യക്തിക്കും അവരുടേതായ വ്യക്തിഗത ഭാഗ്യ നമ്പർ ഉണ്ടായിരിക്കും. എന്നാൽ പൊതുവായ ഒരു നക്ഷത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ 6 എന്ന സംഖ്യയ്ക്ക് പ്രാധാന്യം നൽകാം. സംഖ്യാശാസ്ത്രത്തിൽ 6 എന്ന സംഖ്യ സ്നേഹം, സൗന്ദര്യം, കല, സൗഹൃദം, കുടുംബം, സന്തുലിതാവസ്ഥ, ഉത്തരവാദിത്തം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ശുക്രന്റെ സ്വാധീനം കാരണം പൂരം നക്ഷത്രക്കാർക്ക് ഈ ഗുണങ്ങൾ സ്വാഭാവികമായും ഉണ്ടായിരിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ, പ്രധാനപ്പെട്ട മീറ്റിങ്ങുകൾക്ക് അല്ലെങ്കിൽ പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ 6, 15, 24 എന്നീ തീയതികൾ തിരഞ്ഞെടുക്കുന്നത് വളരെ ഉത്തമമാണ്. ഈ തീയതികളിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ വിജയ സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. പ്രധാനപ്പെട്ട ഒത്തുതീർപ്പുകൾ, കരാറുകൾ എന്നിവ ഒപ്പിടുന്നതിന് ഈ ദിവസങ്ങൾ നല്ലതാണ്. പുതിയ വാഹനങ്ങൾ വാങ്ങാനും വീട് വാങ്ങാനും ഈ തീയതികൾ പരിഗണിക്കാവുന്നതാണ്. നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ 6 എന്ന അക്കത്തെ അടിസ്ഥാനമാക്കിയുള്ള തുകകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഉദാഹരണത്തിന് 6000, 15000, 24000 എന്നിങ്ങനെ നിക്ഷേപങ്ങൾ പരിഗണിക്കാം. ബാങ്ക് അക്കൗണ്ട് നമ്പറുകളിൽ 6 എന്ന അക്കം വരുന്നതും മൊബൈൽ നമ്പറിൽ 6 എന്ന അക്കം ആവർത്തിച്ചു വരുന്നതും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നല്ലതാണ്. ലോട്ടറി പോലുള്ള ഭാഗ്യ പരീക്ഷണങ്ങളിൽ 6, 15, 24 എന്നീ നമ്പറുകൾക്ക് മുൻഗണന നൽകാം. പൂരം നക്ഷത്രക്കാർക്ക് 6 എന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട ആളുകളുമായി നല്ല ബന്ധം പുലർത്താൻ സാധിക്കും. പ്രണയബന്ധങ്ങളിലും ദാമ്പത്യ ബന്ധങ്ങളിലും ഈ സംഖ്യയുടെ സ്വാധീനം വളരെ വലുതാണ്. 6 എന്ന സംഖ്യ പങ്കാളികൾക്കിടയിൽ സ്നേഹവും ഐക്യവും വളർത്താൻ സഹായിക്കും. കുടുംബപരമായ കാര്യങ്ങളിൽ 6 എന്ന സംഖ്യയുടെ സ്വാധീനം സന്തോഷകരമായ ചുറ്റുപാട് സൃഷ്ടിക്കാൻ സഹായിക്കും. കല, ഫാഷൻ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ആഡംബര ഉത്പന്നങ്ങൾ, ആതിഥ്യ മര്യാദ, ഡിസൈനിങ്, സിനിമ, സംഗീതം തുടങ്ങിയ ശുക്രനുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പൂരം നക്ഷത്രക്കാർക്ക് ശോഭിക്കാൻ സാധിക്കും. ഈ മേഖലകളിൽ 6 എന്ന സംഖ്യയുടെ സ്വാധീനം വളരെ വലുതാണ്. ബിസിനസ് പങ്കാളികളെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ഭാഗ്യസംഖ്യ 6 ആണോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. പ്രധാനപ്പെട്ട ബിസിനസ് ഡീലുകൾ, പ്രോജക്റ്റുകൾ എന്നിവയ്ക്ക് 6, 15, 24 തീയതികൾ തിരഞ്ഞെടുക്കുന്നത് വിജയസാധ്യത വർദ്ധിപ്പിക്കും. ശുക്രനുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ 6 എന്ന സംഖ്യയുടെ പ്രാധാന്യം ഓർമ്മിച്ച് പ്രതിവിധികൾ ചെയ്യുന്നത് നല്ലതാണ്. ശുക്രന്റെ സ്വാധീനം കാരണം പൂരം നക്ഷത്രക്കാർക്ക് ആഡംബരങ്ങളോടും സുഖസൗകര്യങ്ങളോടും ഒരു പ്രത്യേക താല്പര്യമുണ്ടാകും. ഇത് ചിലപ്പോൾ അമിതമാവാനും സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട്. അതിനാൽ മിതത്വം പാലിക്കാൻ ശ്രമിക്കുക. പണം അനാവശ്യമായി ചിലവഴിക്കുന്ന സ്വഭാവം ഇവർക്കുണ്ടായേക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും ബഡ്ജറ്റ് തയ്യാറാക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. ആകർഷകമായ വ്യക്തിത്വമാണെങ്കിലും ചിലപ്പോൾ ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം. തുറന്ന ആശയവിനിമയം നടത്തുന്നത് ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിക്കും. ചിലപ്പോൾ അമിതമായ ആത്മവിശ്വാസം ഈഗോ ആയി മാറാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരെ ബഹുമാനിക്കുകയും അവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. ചിലപ്പോൾ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വരാം. ഇത് അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളിലും ശുക്രസ്തോത്രങ്ങൾ ജപിക്കുന്നത് ശുക്രന്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കാനും ദോഷകരമായ ബലങ്ങൾ കുറയ്ക്കാനും സഹായിക്കും. വെള്ളിയാഴ്ചകളിൽ വ്രതമെടുക്കുന്നത് ശുക്രനെ പ്രീതിപ്പെടുത്താനുള്ള നല്ലൊരു മാർഗമാണ്. ഈ ദിവസം ലളിതമായ ഭക്ഷണം കഴിക്കുകയും ഉപവാസം അനുഷ്ഠിക്കുകയും ചെയ്യാം. ശുക്രന്റെ ഇഷ്ട നിറം വെള്ളയാണ്. അതിനാൽ വെള്ളിയാഴ്ചകളിൽ വെള്ള വസ്ത്രം ധരിക്കുന്നത് നല്ലതാണ്. ഇത് പോസിറ്റീവ് ഊർജം ആകർഷിക്കാൻ സഹായിക്കും. സാധിക്കുമെങ്കിൽ ശുക്രഹോമം നടത്തുന്നത് വളരെ ഉത്തമമാണ്. ഇത് ഗ്രഹദോഷങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കും. ജ്യോതിഷപ്രകാരം ശുക്രന്റെ രത്നം വജ്രമാണ്. ഒരു നല്ല ജ്യോതിഷിയുടെ ഉപദേശം തേടി വജ്രം ധരിക്കുന്നത് ഭാഗ്യം കൊണ്ടുവരാൻ സഹായിക്കും. എന്നാൽ ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ദരിദ്രർക്ക് വസ്ത്രം, ഭക്ഷണം, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവ ദാനം ചെയ്യുന്നത് ശുക്രനെ പ്രീതിപ്പെടുത്താൻ സഹായിക്കും. വെള്ളത്താമര ശുക്രനുമായി ബന്ധപ്പെട്ടതാണ്. വെള്ളത്താമര വീട്ടിൽ സൂക്ഷിക്കുന്നത് ഐശ്വര്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കലാപരമായ കഴിവുകൾ വികസിപ്പിക്കുക. ശുക്രൻ കലയുടെയും സൗന്ദര്യത്തിന്റെയും ഗ്രഹമാണ്. അതിനാൽ കലാപരമായ കഴിവുകൾ വികസിപ്പിക്കുന്നത് ശുക്രന്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കാൻ സഹായിക്കും.
വീട്ടിലും ജോലിസ്ഥലത്തും സന്തോഷകരവും സൗന്ദര്യവുമുള്ള ഒരു അന്തരീക്ഷം നിലനിർത്താൻ ശ്രമിക്കുക. മൃഗങ്ങളെ പരിപാലിക്കുക. പശു, പൂച്ച തുടങ്ങിയ മൃഗങ്ങളെ പരിപാലിക്കുന്നത് ശുക്രന്റെ അനുഗ്രഹം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പൂരം നക്ഷത്രക്കാർക്ക് സാധാരണയായി നല്ല രൂപവും ആകർഷകമായ ശരീരഭാഷയും ഉണ്ടാകും. സംഗീതം, നൃത്തം, ചിത്രരചന, അഭിനയം തുടങ്ങിയ കലാപരമായ മേഖലകളിൽ ഇവർക്ക് കഴിവുകളുണ്ടാകും. ഇവർക്ക് നല്ല സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടാകും. ആളുകളുമായി വേഗത്തിൽ സൗഹൃദം സ്ഥാപിക്കാൻ കഴിയും. പൊതുവെ സന്തോഷമുള്ളവരും ജീവിതത്തെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവരുമായിരിക്കും ഇവർ. നല്ല വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, സുഖസൗകര്യങ്ങൾ എന്നിവയോട് ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാകും. മറ്റുള്ളവരോട് ഉദാരമായ സമീപനം പുലർത്തുന്നവരായിരിക്കും. ആളുകളെ ആകർഷിക്കുന്ന രീതിയിൽ സംസാരിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ടാകും. ചില പൂരം നക്ഷത്രക്കാർക്ക് നല്ല നേതൃഗുണവും ആളുകളെ നയിക്കാനുള്ള കഴിവും ഉണ്ടാകും. പൂരം നക്ഷത്രക്കാരുടെ ബാല്യം സാധാരണയായി സന്തോഷകരമായിരിക്കും. മാതാപിതാക്കളുടെ സ്നേഹവും ലാളനയും ധാരാളമായി ലഭിക്കും. പഠനത്തിൽ ശോഭിക്കുന്നതിനോടൊപ്പം കലാപരമായ കഴിവുകളിലും ഇവർക്ക് മികവ് പുലർത്താൻ കഴിയും. കൗമാര കാലഘട്ടത്തിൽ ഇവർ കൂടുതൽ ആകർഷകരാകുകയും സാമൂഹിക ബന്ധങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യും. പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കുകയും വിനോദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യും. ഈ സമയത്ത് പഠനത്തിൽ ശ്രദ്ധ കുറയാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായ കാര്യങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും ഇവർക്ക് നല്ല ഉയർച്ചകൾ ഉണ്ടാകും. കല, ഫാഷൻ, മാധ്യമങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ശോഭിക്കാൻ സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കുകയും ചെയ്യും. ഈ കാലഘട്ടത്തിൽ അനാവശ്യമായ ധൂർത്തൊഴിവാക്കാൻ ശ്രദ്ധിക്കണം. കുടുംബജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യും. സാമ്പത്തിക ഭദ്രത കൈവരിക്കുകയും സന്തോഷകരമായ ജീവിതം നയിക്കുകയും ചെയ്യും. സാമൂഹികപരമായ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടുകയും ബഹുമാനം നേടുകയും ചെയ്യും. സന്തോഷകരമായ വാർദ്ധക്യം നയിക്കാൻ ഇവർക്ക് സാധിക്കും. മക്കളുടെയും പേരക്കുട്ടികളുടെയും സ്നേഹത്തിൽ സംതൃപ്തരാകും. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കാൻ സാധ്യതയുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളിലും മഹാലക്ഷ്മിയെ ആരാധിക്കുക. ലക്ഷ്മി സ്തോത്രങ്ങൾ, ശുക്രസ്തോത്രങ്ങൾ എന്നിവ ജപിക്കുന്നത് ഭാഗ്യം വർദ്ധിപ്പിക്കും. ഈ കാലയളവിൽ ദുർഗാദേവിയെ ആരാധിക്കുന്നത് എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാൻ സഹായിക്കും. ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും പൂജകൾ അർപ്പിക്കുന്നതും നല്ലതാണ്. ചിങ്ങം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമായതിനാൽ സൂര്യനെ ആരാധിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും തൊഴിൽ വിജയം നേടാനും സഹായിക്കും. ഞായറാഴ്ചകളിൽ ആദിത്യ ഹൃദയം ജപിക്കുന്നത് നല്ലതാണ്. വെള്ളിയാഴ്ചകളിൽ വെളുത്ത വസ്ത്രങ്ങൾ, അരി, പാൽ, പഞ്ചസാര തുടങ്ങിയവ ദാനം ചെയ്യുന്നത് ശുക്രന്റെ അനുഗ്രഹം ലഭിക്കാൻ സഹായിക്കും. ജ്യോതിഷിയുടെ ഉപദേശപ്രകാരം വജ്രം ധരിക്കുന്നത് പൂരം നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകും. വെളുപ്പ്, ഇളം നീല തുടങ്ങിയ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ തളരാതെ ആത്മവിശ്വാസത്തോടെയും കഠിനാധ്വാനത്തോടെയും മുന്നോട്ട് പോവുക. ഓരോ വ്യക്തിയുടെയും ജനന സമയവും ഗ്രഹനിലയും അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസങ്ങൾ വരാം. ഓരോ വ്യക്തിയുടെയും ജീവിതം അവരുടെ പ്രവൃത്തികളെയും തെരഞ്ഞെടുപ്പുകളെയും ആശ്രയിച്ചിരിക്കും. ഭാഗ്യസംഖ്യ 6. പൂരം നക്ഷത്രക്കാർക്ക് ഒരു അനുകൂല ഘടകമാണെങ്കിലും കഠിനാധ്വാനവും നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളും വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുമെന്ന് കരുതുന്നു. നിങ്ങളുടെ ഭാഗ്യസംഖ്യയെയും നക്ഷത്രത്തെയും കുറിച്ച് കൂടുതൽ വ്യക്തമായ ധാരണ ലഭിക്കുന്നതിന് ഒരു നല്ല ജ്യോതിഷിയെ സമീപിക്കുന്നത് ഉചിതമാണ്.